കല്ലുവിൻ്റെ സ്വന്തം പി.കെ. ഭാഗം 3. അവളുടെ മൗനത്തിൽ നിന്നും ചിലതൊക്കെ വായിക്കാൻ വാസുവിന് കഴിഞ്ഞിരുന്നു. അയാൾ അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവളുടെ അരികിലേക്ക് ചെന്നു. മോളെ കല്ലു, എനിക്ക് 3 പെൺമക്കളാണ്. അവരിൽ ഒരാളായിട്ടാണ് ഈ വാസുമാമൻ നിന്നെയും കണ്ടിട്ടുള്ളൂ. കുഞ്ഞിലെ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം എൻ്റെ ഈ കൺമുന്നിൽ വെച്ചായിരുന്നു സംഭവിച്ചത്. അന്ന് ഈ വാസുവിന് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അന്ന് അമിത വേഗത്തിൽ സഞ്ചരിച്ചു പോയ ബസ്സിൻ്റെ നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടുമ്പോൾ അവർ ഇരുന്നിരുന്ന ഭാഗം മറിഞ്ഞു വീഴുകയായിരുന്നു. ഒരുപാട് പേരുടെ ജീവനും ജീവിതവും നഷ്ടമായതാണ് ആ ദുരന്തത്തിലൂടെ. ആ അപകടത്തിൽ നിന്നും നിന്നെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുത്താൻ ഈ വാസുമാവന് സാധിച്ചത്. അന്നു തൊട്ടേ നിന്നെ ഞാൻ കാണുന്നതാണ്. ഈ മുഖം വാടിയാൽ എനിക്കത് തിരിച്ചറിയാനും കഴിയും. നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പറയൂ കല്ലു, ഇറങ്ങിപ്പോരാൻ മാത്രം എന്ത് തെറ്റാ ശ്രീധരനും ആ പാവം സുമയും നിങ്ങളോട് ചെയ്തത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. അയാൾ കുറച്ചുകൂടി ഉച്ചത്തിൽ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടുകൊണ്ട് കണ്ണൻ അകത്തു നിന്നും പുറത്തേക്കിറങ്ങി വന്നു. അയാളെ അവിടെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ഇതാര്, വാസുമാമയോ? എപ്പോഴാ നാട്ടിലെത്തിയേ? കണ്ടിട്ട് കുറെ നാളായല്ലോ. അവൻ വേഗം തൊട്ടപ്പുറത്തിരിക്കുന്ന മറ്റൊരു കസേരയിൽ ചാരിയിരുന്നുകൊണ്ട് ഓരോ വിശേഷങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്താ കല്ലു ഇത്, മാമൻ വന്നിട്ട് നീ നോക്കി നിൽക്കുകയാണോ? മാമന് ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാ വേഗം ചെന്ന് എടുത്തോണ്ട് വന്നേ. വേഗം. അയ്യോ, സംസാരിച്ച് നിന്ന് ഞാനത് മറന്നു. ഞാനിപ്പോൾ എടുത്തോണ്ട് വരാം. അവൾ അതും പറഞ്ഞുകൊണ്ട് ധൃതിയിൽ അടുക്കളയിലേക്ക് ഓടി. അവനൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലുള്ള ആ പെരുമാറ്റം കണ്ടപ്പോൾ അയാൾക്കൊരല്പം ദേഷ്യം അവനോട് തോന്നി. അത് മുഖത്ത് പ്രകടമാകാതിരിക്കാനായി അയാൾ അല്പം ക്ഷമയോടെ അവൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു, കണ്ണാ, എന്താടാ ഇതൊക്കെ? എന്ത്? അവൻ വീണ്ടും സംശയിച്ച് ചോദിച്ചു. കണ്ണാ, മാതാപിതാക്കൾ എന്നും മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ട് എന്തും പറയാറും പ്രവർത്തിക്കാറുള്ളൂ. ശ്രീധരൻ അങ്ങനെയൊരു നല്ല അച്ഛനാണെന്നാണ് എൻ്റെ എന്നുമുള്ള വിശ്വാസം. വിശ്വാസം മാത്രമല്ല, അതാണ് സത്യം. അവൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ കണ്ണാ. അതിനൊക്കെ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോരാന്ന് വെച്ചാ നീ നിന്റെ അമ്മയെക്കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേടാ. അയാൾ കുറച്ച് താഴ്ന്ന സ്വരത്തോടു കൂടി അവനോട് സംസാരിച്ചു. അത് കേൾക്കേണ്ട താമസം അവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. വാസുമാമന് ഇതല്ലാതെ മറ്റെന്തെങ്കിലും? അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ അയാളും അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു. അവൻ്റെ തോളിൽ കൈവച്ച് സ്നേഹത്തോടെ സംസാരിച്ചു. കണ്ണാ, ഞാനും നിന്റെ അച്ഛനും വെറും സ്നേഹിതന്മാരായിട്ട് മാത്രമല്ല ഇന്ന് വരെ കഴിഞ്ഞിട്ടുള്ളത്. അതിനപ്പുറമാണ് ഞങ്ങളുടെയൊക്കെ ആത്മബന്ധം. അവൻ്റെ ചങ്കൊന്ന് പഠിച്ചാൽ ഞാൻ അറിയും. തിരിച്ചും അങ്ങനെ തന്നെയാ. അവന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നേക്കടാ കണ്ണാ. അത് കേട്ടതും അവന് വീണ്ടും കലിയിളകി. മറക്കാനോ? ഇല്ല വാസുമാമേ, ഈ കണ്ണൻ അതിന് വേറെ ജനിക്കണം. ഇറങ്ങിപ്പോന്നതല്ലോ ഞാൻ, ഇറക്കി വിട്ടതല്ലേ. ഇനി ആ പടി ഞാൻ ചവിട്ടണമെങ്കിൽ അങ്ങേര് തന്നെ വരട്ടെ. പുത്തംവളപ്പി ശ്രീധരൻ നായർ വന്ന് വിളിക്കട്ടെ ഈ കണ്ണനെ, അപ്പോൾ ആലോചിക്കാം. വാസുമാമന് മറ്റൊന്നും എന്നോട് പറയാനില്ലേച്ചാ ഇവിടെ നൂണ് കഴിച്ചിട്ട് പോകാം. അയാളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൻ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അയാൾക്കും ആ മറുപടിയിൽ നിന്നും വ്യക്തമായി. ഉള്ളംകൈയിൽ പിടിച്ചിരുന്ന തൂവാല അയാൾ ഒന്നുകൂടി ചുരുട്ടിക്കൂട്ടി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അദ്ദേഹം ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഒരു കപ്പ് ചായയുമായി കല്ലു അവിടേക്ക് എത്തി. എന്നാൽ വാസുമാമ ഇരുന്നിരുന്ന കസേര ശൂന്യമായി കിടക്കുന്നതാണ് അവൾക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മുറ്റത്തേക്ക് ഓടിച്ചു വിട്ടു. പടി കടന്നു പോകുന്ന വാസുമാമയായിരുന്നു അന്നേരം അവൾക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു വാക്കുപോലും പറയാതെ അദ്ദേഹം അവിടെ നിന്നും പോകുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സും അറിയാതെയൊന്ന് തേങ്ങി. ചൂടു ചായ ഊതി ഊതി കുടിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന അദ്ദേഹത്തിന് വേണ്ടി അവൾ തയ്യാറാക്കി കൊണ്ടുവന്ന ആ ഏലക്ക മണമുള്ള ചായയുടെ പുക അപ്പോഴും മുകളിലേക്ക് പറക്കുന്നുണ്ടായിരുന്നു. നിരാശയോടെ അവൾ ചായയുമായി അകത്തേക്ക് കയറിപ്പോയി. മേശയുടെ മുകളിൽ കാല് കയറ്റി വെച്ചുകൊണ്ട് മൊബൈലിൽ നോക്കി രസിച്ചിരിക്കുന്ന കണ്ണൻ്റെ മുൻപിലേക്ക് അവൾ ആ ചൂടു ചായ കൊണ്ടുചെന്ന് വെച്ചു. കല്ലു, നീ എത്തിയോ? ചായ കൊടുത്തില്ലേ മാമനെ? അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി. മറുപടിയൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൻ മൊബൈലിൽ നിന്നും ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തു പറ്റി? അവൻ വീണ്ടും ചോദിച്ചു. ഇതാ, ഇനി ഈ ചായ കണ്ണേട്ടൻ തന്നെ കുടിച്ചോളൂ. വന്നു കയറിയവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും കണ്ണേട്ടൻ അറിയില്ല. അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്.
ഒരു കപ്പ് ചായ പോലും കുടിക്കാൻ നിൽക്കാതെ മനസ്സ് വിഷമിച്ചാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. വാശിയൊക്കെ നല്ലത് തന്നെ, പക്ഷേ നമ്മളെക്കാൾ പ്രായത്തിന് മുതിർന്നവരോട് തന്നെ അത് വേണോ കണ്ണേട്ടാ? അവളുടെ ചോദ്യം പറച്ചിൽ സഹിക്കവയ്യാതെ അവൻ ദേഷ്യത്തോടെ ഫോണെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. നാശം പിടിക്കാൻ. മനുഷ്യന് സ്വസ്ഥത തരില്ലെന്ന് ഉറപ്പിച്ചാണോ നീ ഇവിടെ വന്നു നിൽക്കണത്? അങ്ങേര് ചായ കുടിക്കാതെ പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ചെന്ന് പറയട്ടെ, ഈ കണ്ണനും വാശിക്കൊട്ടും പുറകിലല്ലെന്നുള്ള കാര്യം അങ്ങേരും കൂടി അറിയട്ടെ. നിന്നെയും കുഞ്ഞിനെ നോക്കുന്നത് ഞാനല്ലേ, അയാളല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നീ അത്തരം സന്ധി സംഭാഷണത്തെക്കുറിച്ചൊന്നും തല പുകഞ്ഞ് ചിന്തിക്കേണ്ട. അവനൊരു താക്കീത് പോലെ അവൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു. ആ ഉണ്ടക്കണ്ണുകളിൽ വെള്ളം നിറച്ചുകൊണ്ട് ഇമ വെട്ടാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. അപ്പോഴുണ്ട് വീണ്ടും പുറത്തുനിന്നൊരു ശബ്ദം. ഡാ കണ്ണാ, പോയ്, വേഗം പുറത്തേക്കൊന്ന് വാടാ, ഒരു കോളൊത്തിയിട്ടുണ്ട്. അവളോട് സംസാരിക്കുന്നതിനിടയിലാണ് ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൻ പാഞ്ഞു ചെന്നത്. അവന്റെ കട്ട ചങ്ങാതിമാരായ സുബ്രുവും സതീശനും ബാബുവുമെല്ലാം അന്നേരം ബൈക്ക് എഞ്ചിൻ പോലും ഓഫ് ചെയ്യാതെ പുറത്ത് അവന് വേണ്ടി വണ്ടിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണനെ കണ്ടതും അവർ ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചു. മച്ചാനെ, വേഗം വാ, ഒരു കാര്യമുണ്ട് കേട്ടോ. അവരെ കണ്ടതും കണ്ണന്റെ മുഖത്തെ തിളക്കവും സന്തോഷവും കൂടുതൽ വർദ്ധിക്കാനിടയായി. ദേ, ഞാൻ എത്തിയടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് വീണ്ടും ഓടിക്കയറി. ഹാങ്കറിൽ വൃത്തിയായി തേച്ചു മടക്കിയ ഷർട്ട് അവൻ വലിച്ചിട്ടു. ധൃതിയിൽ അവൻ ബട്ടണുകൾ ഊരിയെടുത്തുകൊണ്ട് പെട്ടെന്ന് അതെടുത്ത് ധരിച്ചു. മുഴുവൻ ബട്ടൺസ് ഇടാനുള്ള സമയവും ക്ഷമയും അവനുണ്ടായിരുന്നില്ല. മറ്റൊരു മുണ്ടെടുത്തവൻ ധരിക്കുന്നതിനിടയിൽ ഉടുത്ത മുണ്ട് കട്ടിലേക്ക് ചുരുട്ടി വലിച്ചെറിയുന്ന പതിവും അവൻ തെറ്റിച്ചില്ല. കണ്ണാടിയിലൊന്ന് നോക്കി വേഗത്തിൽ മുടി ചീകിയതിനു ശേഷം അവൻ വീണ്ടും പുറത്തേക്ക് ഓടിയിറങ്ങി. കല്ലു, ഞാനിപ്പോൾ വരാം എന്ന പതിവ് പല്ലവി പാടിക്കൊണ്ടവൻ സുബ്രുവിന്റെ ബൈക്കിന് പിറകിലിരുന്നുകൊണ്ട് അവിടെ നിന്നും പൊയ്ക്കളഞ്ഞു. ഇന്നത്തെ ഉച്ചയൂണും കണ്ണേട്ടനൊപ്പം ഇരുന്ന് കഴിക്കാൻ സാധിക്കുകയില്ലെന്ന നിശ്ചയത്തോടെ അവൾ കുഞ്ഞാറ്റയും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു നോക്കി. തലയ്ക്കുമീതെ ചിരിച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന ചൂടോടെ നിൽക്കുന്ന ആ സൂര്യന്റെ വെയിലിൽ കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോകുന്ന കണ്ണനെ അവൾ വളരെ നിരാശയോടെ നോക്കി നിന്നു. ഒന്നും അറിയാതെ അവളുടെ കൈകളിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാറ്റയോടായി അവൾ പറഞ്ഞു. ഇന്നിനി അച്ഛനെ നോക്കി നിന്നിട്ട് കാര്യമില്ല വാവേ, എന്നും നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉണ്ണാനുണ്ടാവുക, ഇന്നും അങ്ങനെ തന്നെ. കുഞ്ഞിനെ അവൾ ചേർത്തണച്ചുകൊണ്ട് ആ കുഞ്ഞിക്കവളിൽ ഒരു മുത്തവും നൽകിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കിഴക്കേക്കര ഗ്രാമത്തിന്റെ മനോഹാരിത വിളിച്ചുണർത്തുന്ന ആ കൂറ്റൻ മലയിടുക്കുകളുടെ താഴ്വരയിൽ ഏത് വെയിലിലും ചെന്നിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. മലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന മരങ്ങളും ആ മരങ്ങൾ പരസ്പരം കാറ്റിൽ ഇളകിയാടി വീശുന്ന അവിടുത്തെ കാറ്റിന്റെ തലോടലിനും ഏത് ചൂടിനെയും തടുപ്പിക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു. ആരുടെയും ശല്യമില്ലാതെ ഇരിക്കാൻ പറ്റിയ ഒരിടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കണ്ണന്റെയും ഫ്രണ്ട്സിന്റെയും സ്ഥിരം ആവാസ കേന്ദ്രം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ബൈക്കുകൾ രണ്ടും ഒരേ സ്ഥലത്ത് നിർത്തിയിട്ടവർ അവിടെ സ്വസ്ഥമായൊന്നിരിക്കാനുള്ള ശ്രമത്തിൽ അവിടേക്ക് നടന്നു തുടങ്ങി. സ്ഥിരമായി ഇരിപ്പുറപ്പിക്കുന്ന പാറക്കെട്ടിൽ അവർ 4 പേരും ചെന്നിരുന്നു. കാലുകൾ താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നതിനിടയിൽ സതീശൻ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് പാക്ക് എടുത്തു. അതിലൊരെണ്ണം കത്തിച്ചവന്റെ ചുണ്ടുകളിലേക്ക് ചേർത്ത് വെച്ച് അന്തരീക്ഷത്തിലേക്കും നോക്കിയവൻ പുകച്ചുകൊണ്ടേയിരുന്നു. ബാബു അവിടെയുണ്ടായിരുന്ന ഉരുളൻകല്ലുകൾ ഓരോന്നോരോന്നായി പെറുക്കിയെടുത്തുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്ന ഗുഹകളുടെ ഉള്ളറകളിലേക്ക് വലിച്ചെറിയുന്ന പതിവ് കലാപരിപാടിയും ആരംഭിച്ചു. സുബ്രു വണ്ടിയിലിരുന്ന കുപ്പിയും ഗ്ലാസും നിരത്തിവെക്കുന്ന തിരക്കിനിടയിൽ കണ്ണൻ സതീശനോട് കാര്യം തിരക്കി. എടാ സതീശ, എന്താ നീ ഒരു കോളൊത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്? വല്ല ലോട്ടറിയും അടിച്ചോടാ നിനക്ക്? ഉണ്ടെങ്കിൽ കുറച്ച് കാശ് കടം തരണേടാ. അവന്റെ തമാശ കേട്ട് കുപ്പി പൊട്ടിക്കുന്നതിനിടയിൽ സുബ്രു കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. നീ ചിരിച്ചോടാ സുബ്രു, കാര്യം കേട്ടാ നീയും ചിലപ്പോൾ ഞെട്ടും. ആ പുകച്ചുരുളുകൾക്കിടയിൽ നിന്നും അവൻ കാര്യം വ്യക്തമാക്കാതെ വീണ്ടും പറഞ്ഞു. ഞങ്ങളെയൊക്കെ ഞെട്ടിക്കാൻ മാത്രം എന്ത് കാര്യടാ നീ ചെയ്തു വെച്ചത്? അതൊക്കെയുണ്ടടാ കണ്ണ. അവൻ വലിച്ചു തീർത്ത സിഗരറ്റ് കുറ്റി നിലത്തേക്കിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നു. നീ നമ്മുടെ വലിയ തൊടിയിൽ ജെയിംസ് ചായനെ അറിയില്ലേ? ഏത്? ആ പുറംനാട്ടിലൊക്കെ ബേക്കറി ബിസിനസ് നടത്തുന്ന ആ വമ്പൻ അച്ചായന്മാരുടെ നടുക്കഷ്ണമല്ലേ ആ ജെയിംസ്? ആ, അത് തന്നെ. ഇന്നലെ മൂപ്പർ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടുടാ. അങ്ങേരുടെ 2ാമത്തെ മോള് ടൗണിലൊരു കോളേജിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് ഇത്ര പഠിക്കുന്നത്. ആ കൊച്ചിനെ സ്ഥിരമായി ശല്യം ചെയ്യുന്ന ഒരുത്തനെ ഒന്ന് നൈസായിട്ട് പെരുമാറിയേക്കാൻ ഏൽപ്പിച്ചിരിക്കുക. അവൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണും പിടിച്ചെടുക്കാൻ അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ വീഡിയോ അതിലുണ്ടെന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. ആ, അതെന്തെങ്കിലും ആട്ടെ, നമുക്കതൊന്നും തൽക്കാലം അറിയണ്ട. ഇത് ഇത്തിരി ചിക്കിലി തടയുന്ന കേസാടാ കണ്ണാ. അതായത് ചുരുക്കി പറഞ്ഞ കൊട്ടേഷൻ.
അല്ലേ സതീശ? അത് ചോദിച്ചുകൊണ്ട് കണ്ണൻ അവൻ്റെ വയറിനിട്ട് ഒരിടിയങ്ങ് കൊടുത്തു. ഹൗ, എന്താടാ ഇത്? അവൻ വയറിൽ തടവിക്കൊണ്ട് ചോദിച്ചു. ഇത്രയും നാളും വന്നുപെട്ട പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോടാ ഇനി ഇതുകൂടി? അളിയളിയാ, ഒന്നു സമ്മതിക്കടാ. നീ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ ഞാൻ അത് ഏറ്റെടുത്തടാ കണ്ണ. കാര്യം നടന്നാൽ പറയുന്ന കാശ് തരാമെന്ന അച്ചായൻ പറഞ്ഞിരിക്കുന്നത്. നിനക്കും ഇപ്പോൾ കാശിന് അത്യാവശ്യമല്ലേടാ എന്ന് കരുതി ഇതൊക്കെ പറഞ്ഞുറപ്പിക്കുന്നതിന് മുമ്പ് നിനക്ക് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നില്ലേടാ? ഈ കണ്ണൻ പല ബിസിനസ്സും ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരെയും തല്ലിപ്പദം വരുത്തി കാശൊന്നും വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത്രയ്ക്കൊക്കെ ഗതികേടായോടാ നമുക്ക്? വല്ല പ്രശ്നം ഉണ്ടായാൽ പിന്നെ പോലീസ് കേസാകൂട്ടോ. അത് കണ്ണൻ പറഞ്ഞത് ശരിയാടാ സതീശ. ബാബുവും സുബ്രുവും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. എല്ലാവരും പറഞ്ഞത് കേട്ടപ്പോൾ സതീശൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിന്നു. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും കാശിന് അത്യാവശ്യമാണ്. എങ്കിൽ പിന്നെ ഒരു വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ എൻ്റെ നെഞ്ചിലോട്ട് കയറാൻ വന്നിരിക്കുന്നു. ചതിയന്മാര്. അവൻ സ്വയം പിറുപിറുത്തുകൊണ്ട് ആകാശത്തിലൂടെ ദൂരേക്ക് പാഞ്ഞു പോകുന്ന വെള്ളിമേഘങ്ങളെയും നോക്കിക്കൊണ്ടെന്ന് നെടുവീർപ്പിട്ടു. കുറച്ചു നേരത്തേക്ക് എല്ലാവരും മൗനമായി ആലോചിച്ചിരുന്നു. ആ പ്രദേശത്തെ നിശബ്ദതയ്ക്കും ഒരു പ്രത്യേക താളം കേൾക്കുന്നുണ്ടായിരുന്നു. കണ്ണൻ പിറകിലൂടെ വന്നവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ സതീശ, പിണങ്ങല്ലേടാ. അവൻ ആ കൈ തട്ടിമാറ്റിക്കൊണ്ട് വീണ്ടും മുഖം തിരിച്ചു നിന്നു. എടാ സതീശ. കണ്ണൻ സ്വന്തം താടി പിടിച്ചൊഴിഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവനെ വിളിച്ചു. കാശിന് എല്ലാവർക്കും അത്യാവശ്യം തന്നെയാ. പിന്നെ നമ്മുടെ നാട്ടിലൊരു പെങ്കൊച്ചിനെ ടൗണിൽ പഠിക്കുന്നൊരുത്തൻ ശല്യം ചെയ്യാന്നൊക്കെ വെച്ചാൽ കേൾക്കുമ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നാലും ശരിയാവില്ലല്ലോ, അല്ലേ? അത് കേട്ടപ്പോൾ സതീശൻ പെട്ടെന്നൊന്ന് തിരിഞ്ഞവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ പറഞ്ഞേ? അവൻ ആകാംക്ഷയോടെ കണ്ണുകൾ വിടർത്തി അവൻ്റെ മുൻപിൽ നിന്നു. അത് തന്നെ. കണ്ണൻ അവനെ നോക്കി പുഞ്ചിരിച്ചു കാണിച്ചപ്പോൾ സതീശൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി തെളിഞ്ഞു വന്നു.